വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, ചിന്തകൾ, പ്രസംഗങ്ങൾ, രേഖകൾ, നമുക്ക് പൊതുവിൽ അങ്ങനെയെല്ലാം പറയാം, ആണ് ഈ പ്രോഗ്രാമിലൂടെ മലയാളിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പരിശുദ്ധ പിതാവ് നൽകിയ സന്ദേശങ്ങൾ, ദരിദ്രദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശങ്ങൾ, മിഷൻ സൺഡേയോടനുബന്ധിച്ച് നൽകിയ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. നവംബർ മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരെ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം പരിശുദ്ധ പിതാവ് പറഞ്ഞ ഒരു പ്രസംഗം നവംബർ മാസത്തിൽ, പ്രത്യേകിച്ച് ആ കൊല്ലം മരിച്ച കർദിനാളന്മാരെ അനുസ്മരിച്ചുകൊണ്ടും സർവോപരി ആ കൊല്ലം മരിച്ച ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും, അദ്ദേഹം വിരമിച്ച് വിശ്രമത്തിൽ കഴിയുകയായിരുന്നല്ലോ. ആ മരണത്തിന് ശേഷം ആ കൊല്ലം ഈ ദിനത്തിൽ പ്രത്യേകിച്ച് നവംബർ 3 പരിശുദ്ധ പിതാവ് നടത്തിയ സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും എന്നും പ്രസക്തമായ ചിന്തകൾ ഈ പ്രസംഗത്തിൽ ഉണ്ട് എന്ന കാര്യം ഓർക്കുകയാണ്. കർത്താവിൻ്റെ വലിയ അനുകമ്പയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ എടുത്തുകാട്ടി. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെപ്പറ്റി അദ്ദേഹം ഒരു ചിന്തയും പങ്കുവച്ചു. 2005 ഏപ്രിൽ 19 ബെനഡിക്റ്റ് മാർപ്പാപ്പ ജോസഫ് റാൻസിംഗർ എന്ന കർദിനാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ ഒരു വാചകം പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയും വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. ഇങ്ങനെയായിരുന്നു: കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ എളിയ ജോലിക്കാരനാണ് ഞാൻ എന്നാണ് ആദ്യമേ പ്രത്യക്ഷപ്പെട്ട് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലോകത്തോട് സംസാരിച്ചത്. അക്കാര്യം, ആ എളിമയെപ്പറ്റി പ്രത്യേകിച്ച് മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു വലിയ ചൈതന്യമാണ് എളിമ എന്നുള്ളത്. പരിശുദ്ധ പിതാവ് ഈശോ ഉയർപ്പിച്ച നായിമിലെ വിധവയുടെ പുത്രനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. ഈശോ നായിൻ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ശിഷ്യന്മാർ ഉൾപ്പെടെ വലിയ ഒരു ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ലൂക്കായുടെ സുവിശേഷം 7-11 അതാണ്. അവിടെ നമുക്കത് വായിക്കാം. പട്ടണവാതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ മറ്റൊരു ഘോഷയാത്ര തനിക്കെതിരെ വരുന്നത് ഈശോ കണ്ടു. ഒരു വിധവയുടെ ഏക മകനെ സംസ്കരിക്കാനായി കൊണ്ടുപോകുന്നതാണ് ആ രംഗമെന്ന് ഈശോ മനസ്സിലാക്കി. സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ്: അവളെ കണ്ടപാടെ ഈശോയ്ക്ക് അലിവുണ്ടായി. 7 ലൂക്കായുടെ സുവിശേഷം 13 ഇത് മനോഹരമായ ഒരു വാക്കാണ്. അവളെ കണ്ടപാടെ ഈശോയ്ക്ക് അലിവുണ്ടായി. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഈശോ മനസ്സിലാക്കി. കാരുണ്യം വർഷിക്കുകയും ചെയ്തു. അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ദിവംഗതരായ കർദിനാളന്മാർക്കും മെത്രാന്മാർക്കും ഒപ്പം നാം ഇന്ന് അനുസ്മരിക്കുന്ന ബെനഡിക്റ്റ് 16 തൻ്റെ ആദ്യത്തെ ചാക്രിക ലേഖനത്തിൽ എഴുതിയ കാര്യം പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ മുന്നോട്ട് പോവുകയാണ്. ആ ചാക്രിക ലേഖനത്തിൽ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാക്രിക ലേഖനമാണ്, സ്നേഹത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു വിചിന്തനമാണ്. ദൈവം സ്നേഹമാകുന്നു എന്നാണ് രേഖയുടെ പേര്. അവിടെ ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്:
എല്ലാം കാണുന്ന ഹൃദയമാണ് ഈശോയുടേത് എന്ന് അദ്ദേഹം അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാം കാണുന്ന, നമ്മളെ മുഴുവനും കാണുന്ന, നാം ആയിരിക്കുന്നത് പോലെ കാണുന്ന ഒരു ഹൃദയമാണ് ഈശോയ്ക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഈ വിധവയുടെ ഉള്ളും ആവശ്യവും മനസ്സിലാക്കുന്നു അവളോടെ കാരുണ്യം കാണിക്കുന്നത്. അവളുടെ ഏക മകനാണ് മരിച്ചിരിക്കുന്നത്, സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നത്. വിശ്വാസം എന്നത് മാർപ്പാപ്പ പറയുകയാണ്, കേവലം മനസ്സിലാക്കപ്പെടേണ്ട ഒരാശയമോ പിന്തുടരേണ്ട ഒരു പ്രമാണമോ അല്ല എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. വിശ്വാസം അതൊരു ആശയമല്ല, ഒരു പ്രമാണവുമല്ല അതിൽ തന്നെ. പിന്നെ എന്താണ്? അത് നിരന്തരം നാം സംവാദം നടത്തേണ്ട ഒരു വ്യക്തിയാണ്. ഇത് ബെനഡിക്റ്റ് മാർപ്പാപ്പ ആവർത്തിച്ച് തൻ്റെ പൊന്റിഫിക്കേറ്റ് കാലഘട്ടത്തിൽ പറഞ്ഞ ആശയമാണ്. അത് ഒത്തിരി പ്രാവശ്യം മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. ആ വാചകം നമ്മൾ ഓർക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വെറും ഒരാശയമല്ല, ആശയത്തിൽ നമ്മൾ ആശ്രയിക്കുന്നതല്ല, ഒരു പ്രമാണവുമല്ല, ഒരു തത്വമല്ല, ഒരു തത്വസംഹിതയുമല്ല, മറിച്ച് നിരന്തരം നാം സംഭാഷണത്തിൽ ഏർപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വിശ്വാസം ഈശോയാകുന്ന വ്യക്തിയുമായുള്ള കണ്ടുമുട്ടലും അവനോടുള്ള ബന്ധവും അവനിലുള്ള വളർച്ചയുമാണ് വിശ്വാസം എന്ന ആശയമാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ നിരന്തരം പ്രഘോഷിച്ചു കൊണ്ടിരുന്നത്. നമ്മോടുള്ള സ്നേഹത്താൽ ഹൃദയം തുടിക്കുകയും നമ്മുടെ സഹനങ്ങളെ ദയാപൂർവം നോക്കിക്കാണുകയും ചെയ്യുന്ന ഈശോയാണ് ആ വ്യക്തി. ഒരു വ്യക്തിയോടുള്ള ബന്ധമാണ് അതിൽ. ഇവിടെ ഈശോയാണ് ആ വ്യക്തി. മരണമെന്ന ദുരന്തത്തിന് മുമ്പിൽ, ഒരു ദുരന്തമാണ് എപ്പോഴും, ഒരു നിമിഷം ദൈവം നിൽക്കുകയാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അവനെ കൊണ്ടുവരുന്ന ഈശോ നായിൻ പട്ടണത്തിലേക്ക് പ്രവേശിച്ച് അങ്ങ് നടക്കുമ്പോൾ എതിരെ വരുന്നത് ഈ വിധവയുടെ ഏകപുത്രനെ സംസ്കരിക്കാൻ കൊണ്ടുവരുന്നതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ആദ്യമായി ഈ സന്ദർഭത്തിലാണ് ഈശോയെ കർത്താവ് എന്ന് വിളിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. അവിടെ ലൂക്ക എഴുതുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അലിവോടെ മുന്നോട്ട് നീങ്ങി. ഈശോ ഇവിടെ കർത്താവ് എന്ന് പ്രത്യേകം വെളിപ്പെടുകയാണ്. ഈശോ ദൈവമാണ്, കർത്താവാണ് എന്ന് വെളിപ്പെടുന്ന രംഗമാണിത്. ലൂക്ക ആദ്യമായിട്ടാണ് ഈശോയെ കർത്താവായി ഇവിടെ അവതരിപ്പിക്കുന്നത്. താൻ ജീവിച്ചിരിക്കാൻ ഏക കാരണമായ മകൻ്റെ വിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന വിധവയോട് കാരുണ്യം കാണിച്ച ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ, അതാണല്ലോ ഈശോ ചെയ്തത്, എല്ലാറ്റിനും മുകളിൽ കർത്തൃത്വം പുലർത്തുന്നതായി, അങ്ങനെ ചെയ്യുന്നവനായി ഈശോ ഇവിടെ മാറുകയാണ്. ആ മകനെ ഉയർപ്പിക്കുന്നത് വഴി എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ളവൻ, കർത്തൃത്വമുള്ളവനായി ഈശോയെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടുകയാണ്. ഈശോയുടെ ഹൃദയം അത്യന്തം അലിവുള്ളതാകയാൽ, അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, അലിവുള്ളതാകയാൽ നമ്മുടെ വേദനകളും സങ്കടങ്ങളും എല്ലാമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അവൻ്റെ ദൈവത്തിന് തിളക്കമേറുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈശോയുടെ ദൈവത്വം, കർത്തൃത്വം എന്ന് പറയുമ്പോൾ കർത്താവ് എന്ന് വിളിക്കുന്നത് വഴി ലൂക്ക നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അവിടുന്ന് ദൈവമാണ് എന്നാണ്. ദൈവത്വം ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ദുഃഖത്തിൻ്റെ മഹാകാരണമായ മരണം വരിച്ച എല്ലാവർക്കും മരണം ഒരു ദുഃഖത്തിൻ്റെ കാര്യമാണ്. അങ്ങനെ ദുഃഖത്തിലായിരിക്കുന്ന അമ്മയെ പ്രത്യേകിച്ച് പരിഗണിച്ചുകൊണ്ട്
ആ യുവാവിന് മരണത്തെ അതിജീവിക്കുന്ന ജീവൻ എന്ന സമ്മാനം അവിടെ വെച്ച് ഈശോ നൽകുകയാണ്. അതവന് ലഭിക്കുകയാണ് ഈ പ്രവൃത്തി വഴിയായിട്ട്. ഈശോയുടെ അഗാധമായ അലിവാണ് ആ ജീവൻ്റെ ഉറവിടം. ഈശോയുടെ അലിവാണ്, കരുണയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്. ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ അലിവ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവൻ്റെ അടുക്കലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്, അവനെ സമീപിക്കാൻ കഴിയുന്നത്, അവനോട് സംവദിക്കാൻ കഴിയുന്നത്, അവനുമായി സ്നേഹത്തിലാകാൻ കഴിയുന്നത്, അവൻ്റെ അലിവ് അനുഭവിക്കാൻ കഴിയുന്നത്. മരിച്ചവരെ ഓർത്ത് വിലപിക്കുന്നവരുടെ മേൽ ഇതേ കാരുണ്യം പ്രകടിപ്പിക്കുക എന്നത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളും മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം. എല്ലാ മരിച്ചവരോടും മരിക്കുന്നവരോടും കർത്താവ് അങ്ങനെയാണ് പെരുമാറുന്നത്. നവംബർ മാസം മരിച്ചവരെ ഓർമ്മിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ പിതാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈശോയുടെ കാരുണ്യത്തെപ്പറ്റി മാർപ്പാപ്പ തുടരുന്നു. അത് മൂർത്തമായ ഒരു പ്രവൃത്തിയിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. സുവിശേഷം ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 14 ഈശോ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തെ തൊട്ടു. സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ അത് അന്നത്തെ വിശ്വാസവും ബോധ്യവും അനുസരിച്ച് കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. ശവമഞ്ചത്തെ തൊടുന്ന ഒരാൾ അക്കാലത്ത് അശുദ്ധനായി കണക്കാക്കപ്പെടുമായിരുന്നു. പക്ഷേ ഈശോ അതൊന്നും കാര്യമാക്കിയില്ല. ഇതായിരുന്നു ഈശോയുടെ നിലപാട്. വേദനിക്കുന്ന എല്ലാവരിലേക്കും അവൻ തൻ്റെ കാരുണ്യത്താൽ എത്തപ്പെട്ടു. ഇതാണ് സുവിശേഷങ്ങൾ നമ്മോട് ഈശോയെ പറ്റി പറയുന്നത്. ലൂക്കാ സുവിശേഷകൻ അങ്ങനെയുള്ള ഒട്ടനവധി രംഗങ്ങൾ നമ്മുടെ പരിചിതനത്തിനായി അർപ്പിക്കുന്നുണ്ട്, എടുത്തു കാട്ടുന്നുണ്ട്. ഈശോയുടെ രീതി അതാണ്. ഈശോയുടെ സൗഹൃദവും കാരുണ്യവും ഹൃദയതാരല്യവും ആ മട്ടിലുള്ളതാണ്. അതാണ് ഈശോയുടെ പ്രത്യേകത. ഈശോ മരണത്തെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്നില്ല. പകരം ആ വിധവയോട് കരയരുതേ എന്ന് മാത്രം പറയുന്നു. ലൂക്കാ 7:13 നമ്മളതാണ് വായിക്കുന്നത്. അവളോട് പറഞ്ഞു, നീ കരയണ്ട. എന്തുകൊണ്ട് ആണ് അങ്ങനെ പറഞ്ഞത്? കരയുന്നത് അത്ര മോശം കാര്യമാണോ? നമുക്കറിയാം, ഒരാളുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ കരയുന്നവരെ നമ്മൾ നിശബ്ദരാക്കുകയല്ല ചെയ്യുന്നത്, കരയാൻ അനുവദിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്താണ്? മോശം കാര്യമൊന്നുമല്ല. ഈശോ തന്നെ പല സന്ദർഭങ്ങളിൽ കരഞ്ഞത് നമ്മൾ കാണുന്നുണ്ട് മരണത്തിൻ്റെ മുമ്പിൽ. ഈശോയോടൊപ്പം ആയിരിക്കുമ്പോൾ കണ്ണീരിന് അധികം ആയുസില്ല. അതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. കർത്താവ് അവരെ കരച്ചിൽ നിന്ന് വിമുക്തമാക്കാൻ തൻ്റെ ദയാപൂർണമായ പെരുമാറ്റത്താൽ ജീവൻ നൽകിക്കൊണ്ട് അത് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കരയേണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിധവയായ സ്ത്രീയോട് കരയരുതേ എന്ന് പറഞ്ഞത്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കാൻ കെൽപ്പുള്ളവനാണ് നമ്മുടെ ദൈവം എന്ന വലിയ സദ്വാർത്തയാണ് അവരെ അറിയിക്കാൻ ശ്രമിച്ചത്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കാൻ കെൽപ്പുള്ളവനാണ് നമ്മുടെ ദൈവം. എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണീരൊപ്പാൻ അവന് ശേഷിയുണ്ട്. ഇത് നമ്മൾ വായിക്കുന്നുണ്ട് ബൈബിളിൽ. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 25-ാം അധ്യായം 8 പറയുന്നത്. വീണ്ടും നമ്മുടെ സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 21:4 ഈ സന്ദേശം തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കാൻ കെൽപ്പുള്ള ദൈവം എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണീരൊപ്പുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ കണ്ണീർ അവൻ്റെ കണ്ണീരായി മാറ്റിയെടുത്തുകൊണ്ടാണ് അവൻ ഈ കണ്ണീരിനെ ഇല്ലാതാക്കുന്നത്, നമ്മുടെ കണ്ണീരിനെ ഇല്ലാതാക്കുന്നത്. ഇതാണ് നമ്മുടെ വലിയ പ്രത്യാശയും വിശ്വാസവും. ആ യുവാവിനെ ഉയർപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവിനെയാണ്
നാം ഇവിടെ കാണുന്നത്. താൻ പ്രവർത്തിച്ച മറ്റ് അത്ഭുതങ്ങളിൽ എന്നതുപോലെ ഈശോ മാതാവിനോട് ആദ്യമേ തന്നെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല. അതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എല്ലാ അത്ഭുതങ്ങളും ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യുത്തരം മേടിച്ചിട്ടാണ് അവിടുന്ന് സൗഖ്യം നൽകിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ അമ്മയോട് നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണത്? ഈ അത്ഭുതം അപൂർവവും വ്യത്യസ്തവുമായി മാറുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ചോദിക്കാം. കാരണം ഇവിടെ ഒരു വിധവയും അവരുടെ മകനുമാണ് ഉള്ളത്. അവർക്ക് ചുറ്റും അപരിചിതർ മാത്രമാണ്. ഏകാന്തതയിൽ ഒറ്റപ്പെട്ടു പോയ അവർക്ക് ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കാനില്ല. മരിച്ച ഈ ഒരവസ്ഥയിൽ വിധവകളും അനാഥരും ഒറ്റപ്പെട്ടവരുമായ മനുഷ്യരാണ്. വീട്ടിൽ മാർപ്പാപ്പ പറയുകയാണ്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള ആളുകളാണ്. ഏകാന്തത അനുഭവിക്കുന്നവർ, വിധവകൾ, ഒറ്റപ്പെട്ടവർ, അത് ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സവിശേഷമായ സ്നേഹവും സംരക്ഷണവും അനുഭവിക്കുന്ന വിധവകളെയും അനാഥരെയും ഏകാകികളെയും അവഗണിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടടുക്കാൻ സാധിക്കുകയില്ല. ഇത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. മാർപ്പാപ്പ ഈ വലിയ സത്യത്തിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമാണത്. നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് അറിയിക്കാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ സാമീപ്യം അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് നമ്മുടേതായ പ്രവർത്തനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് വിധവകൾ അവഗണിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമായിട്ടാണ് ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അനാഥരെയോ മാതാപിതാക്കന്മാരില്ലാത്ത ആയ ആളുകൾ, ഏകാകികളെയും അവഗണിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടടുക്കാൻ സാധിക്കില്ല. അവരെ സഹായിക്കുന്നത് വഴിയാണ് നാം ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുന്നതും ആയിരിക്കുന്നതും. കാരണം അവരാണ് സ്വർഗത്തിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. മാർപ്പാപ്പ പറയുകയാണ്, അവരാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം പുലർത്തുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ഈ ആളുകളെ, അവഗണിക്കപ്പെട്ടവരെ കാണണം എന്ന വലിയൊരു പാഠം ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മറ്റൊരു വാക്കുകൂടി പറയട്ടെ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇവിടെ കാണേണ്ടതാണ് എളിമയെന്ന ഒരു വാക്കാണ്. അതേക്കുറിച്ച് കൂടി ഇവിടെ ചിന്തിക്കണം. തങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയും ദൈവത്തിൽ മാത്രം അർപ്പിച്ച എളിയവരായ മനുഷ്യരായിരുന്നു ആ വിധവ. അതുപോലെ തന്നെ ആ പുത്രനുമെന്ന് മാർപ്പാപ്പ പറയുന്നു. ദൈവമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. സ്വന്തം ശക്തിയിലല്ല, പരാജയപ്പെടാത്ത ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ് അവർ എപ്പോഴും ആശ്രയിച്ചിരുന്നത്. ദരിദ്രൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് എന്നൊരു ചിന്ത വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ ലാസർ എന്ന കഥാപാത്രത്തെ ഓർത്തു നോക്കിക്കേ. ലാസർ ധനവാൻ അവിടെ സുഭിക്ഷമായി ജീവിക്കുമ്പോൾ അവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന ഉച്ഛിഷ്ടം മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്ന ലാസർ, ആ വാക്കിൻ്റെ അർത്ഥം, ലാസർ എന്ന ആ പേരിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെന്നാണ്. ദൈവം മാത്രം ആശ്രയമായിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇവിടെ നമ്മോട് പറയുന്നത്, എളിയവൻ ദൈവത്തിലാണ് ആശ്രയം മുഴുവനും വയ്ക്കുന്നത്. ദൈവമാണ് അങ്ങനെയുള്ള ആളുകളുടെ കേന്ദ്രം എന്നത് നമ്മൾ ഓർക്കണം. സ്വന്തം ശക്തിയിലല്ല, പരാജയപ്പെടാത്ത ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ് അവർ എപ്പോഴും ആശ്രയിക്കുന്നത്. ഇവിടെ വിധവയും പുത്രനും ആശ്രയിച്ചിരുന്നത്. സ്വയം തികഞ്ഞവരാണെന്നുള്ള ബോധം എപ്പോഴൊക്കെ ഉണ്ടായോ അപ്പോഴൊക്കെ അവർ ദൈവത്തിൽ ആശ്രയം വെച്ചു. ഇതാണ് ആത്മാവിൽ എളിയവരും ദരിദ്രരുമായ മനുഷ്യരാണ് താഴ്മയെന്ന ഗുണം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇതോർത്തോണം, ഇത് നമുക്ക് പ്രധാനമാണ്. നിങ്ങൾ നോക്കിക്കേ, ആത്മാവിൽ എളിയവർ, ആത്മാവിൽ ദരിദ്രർ, അങ്ങനെയുള്ള ആളുകളാണ് താഴ്മ എന്ന ഗുണം എന്താണെന്ന് നമുക്കെപ്പോഴും വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തെ ആനന്ദിപ്പിക്കുന്നതും സ്വർഗം വാഗ്ദാനം ചെയ്യുന്നതുമായ ഗുണമാണ് ഇത് എന്ന്
വീണ്ടും മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. ഇത് പ്രധാനപ്പെട്ടതാണ്. എളിമ. നമ്മുടെ അമ്മയാ പരിശുദ്ധ കന്യാമറിയത്തിൽ പ്രശോഭിച്ച വലിയ പുണ്യം എളിമയാണല്ലോ. ദാസിയുടെ എളിമയെ അവൻ തൃക്കൺ പാർത്തു എന്ന് മാതാവ് പാടുന്നുണ്ട് സ്തോത്രഗീതത്തിൽ. നമ്മളെപ്പോഴും പാടുന്ന വാക്കുകളാണത്. സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ഗുണമാണത്. നമുക്കത് ഉറപ്പാക്കി തരുന്ന ഗുണമാണിത്. സ്വന്തം പദ്ധതിയിലോ കഴിവിലോ അല്ലാതെ ദൈവത്തെ ആശ്രയിക്കുന്ന എളിയ മനുഷ്യരെയാണ് ദൈവം അന്വേഷിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് മാർപ്പാപ്പ പറയാണ്, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇതാണ് ക്രൈസ്തവ അർത്ഥത്തിലുള്ള എളിമ. മറ്റ് മൂല്യങ്ങളെപ്പോലെ അത് അത്ര ലളിതമല്ല എന്നും മാർപ്പാപ്പ പറയുകയാണ്. ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണിത്. എളിമയാകാൻ നമുക്ക് സാധിക്കണം. ക്രൈസ്തവൻ എളിമപ്പെടണം എന്ന കാര്യമാണ്. ദൈവത്തിന് ജീവിതത്തിൽ ഇടം കൊടുക്കുകയും അവനെ സമ്പൂർണമായി ആശ്രയിക്കുകയും ചെയ്യുക എന്നതാണ് എളിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണത് മാർപ്പാപ്പയുടെ വാക്കുകൾ. ദൈവത്തിന് ജീവിതത്തിൽ ഇടം കൊടുക്കുക, അവന് സമ്പൂർണമായി തന്നെ സമർപ്പിക്കുക. ഇതാണ് എളിമയെന്ന ക്രൈസ്തവ മൂല്യം, ക്രൈസ്തവ പുണ്യം. അത് നമുക്ക് ചിന്താവിഷയമാകണം. മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്, ദരിദ്രൻ അങ്ങനെ ആയിരിക്കണം. ദരിദ്രരുടെ ഒരു മനോഭാവമാണ് മാത്രം അവർക്ക് വേറെ ആരും ആശ്രയിക്കാൻ ഇല്ലാത്തത് കൊണ്ട്. അതേസമയം എല്ലാവരും ഈ ഒരു മനോഭാവം ക്രൈസ്തവൻ വളർത്തിയെടുക്കണം. നമ്മോട് ആവുന്നതിനാൽ എളിമയെന്ന മൂല്യത്തെ ദൈവം അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. ദൈവം തന്നെ എളിമയുടെ ഉദാത്ത മാതൃകയാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ നമ്മോടൊപ്പം ഇറങ്ങി വന്നു, തന്നെ താഴ്ത്തി, ഒന്നും നമ്മെ അടിച്ചേൽപ്പിച്ചില്ല. ബലം പ്രയോഗിച്ച് അവൻ ഒന്നും നമ്മുടെ മേൽ ചെയ്തില്ല. നമുക്കിടയിൽ അവൻ ഇടം കണ്ടെത്തി, നമ്മുടെ ഇടയിൽ വസിച്ചു നമ്മോട് കൂടെ. ദൈവം എളിയവനാണെന്ന് മാത്രമല്ല, എളിമ തന്നെയാണ് എന്നും നമുക്ക് പറയാൻ സാധിക്കും. ദൈവമേ, നീ എത്ര എളിയവനാകുന്നു എന്നായിരുന്നു ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ചിരുന്നത്. നീ എത്രയോ എളിമയുള്ളവനാണ്. പുത്രനെ തന്നിലേക്ക് ആവാഹിച്ച ഒരു പിതാവിനെ പൂർണ്ണമായി സംസ്വീകരിച്ച ഒരു പുത്രനെയുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്നത്. തന്നെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചവരെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. എളിമയിൽ തന്നോട് താതാത്മ്യപ്പെടുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. എളിമയുള്ളവർ ഉയർത്തപ്പെടുമെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ടല്ലോ. മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. ഇതാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞത്. ഞാനൊരു എളിയ വേലക്കാരനാണ് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ. അതാണ് അവൻ്റെ മഹത്വം. അവൻ സ്വർഗപ്രാപ്തിക്ക് അർഹനാകുന്നത്, വിശുദ്ധിയുടെ ഒരു പടവിലൂടെ കടന്നു പോകാൻ ഇടയാക്കുന്നതും. നമുക്ക് ഈ ചിന്തകൾ ഉണ്ടാകട്ടെ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മേൽ ദയയുള്ള, കരുണയുള്ള, അനുകമ്പയുള്ള ദൈവത്തെ എപ്പോഴും ധ്യാനിക്കണം. അത് നമുക്ക് ആശ്വാസകരമാണ്, പ്രതീക്ഷ നിർഭരമാണ്. ഈ സന്ദേശത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി നമുക്ക് കണ്ടുമുട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.